വെൽക്കം ടു മാത്സ് സ്റ്റോറീസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയില് സെറ്റ്സിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനായ വെൻ ഡയഗ്രത്തിനെ കുറിച്ചും രണ്ട് തരം ഓപ്പറേഷൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണാം, എന്നാലേ ആ കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം എന്തായിരുന്നു പറഞ്ഞിരുന്നെന്നുള്ളത്. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിരുന്നു സെറ്റ്സിന്റെ. യൂണിയനും ഇന്റർസെക്ഷനും രണ്ട് ഓപ്പറേഷൻസ്. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റ്സിനെയും എലമെന്റ്സിനെയും ഒരുമിച്ച് എഴുതുക. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒരുമിച്ച് എഴുതുന്നത്. രണ്ട് എന്നുള്ളത് ഞാൻ അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. നമുക്ക് എത്ര സെറ്റ്സിന്റെ വേണമെങ്കിലും യൂണിയനും ഇന്റർസെക്ഷനും എഴുതാം കേട്ടോ. അതിനുള്ള പ്രോബ്ലംസിൽ വരുന്നുണ്ട്. രണ്ട് എന്നുള്ളത് നമ്മൾ പറയണമെന്നേ ഉള്ളൂ. എത്ര സെറ്റ്സിന്റെ വേണമെങ്കിലും യൂണിയനും എഴുതാം, എത്ര സെറ്റ്സിന്റെ ഇന്റർസെക്ഷനും എഴുതാം. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞൊരു കാര്യമാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 null set, then A and B are said to be disjoint sets. ബാക്കി രണ്ട് ഓപ്പറേഷൻസ് കൂടിയുണ്ട്, അതിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇനി പറയാനുള്ള ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഞാൻ ഇവിടെ 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് മുൻപ് രണ്ട് ഓപ്പറേഷൻസ് കഴിഞ്ഞ് തന്നെയാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. നമുക്കറിയാവുന്ന ഡിഫറൻസ് എന്താ? ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ച് എഴുതി കിട്ടുന്ന ആ ഒരു സംഖ്യയാണ് എന്ത് പറയുന്നത്? ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെയും ഏകദേശം മീനിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എയിൽ നിന്നും ബി മൈനസ് ചെയ്ത് എഴുതുന്ന അല്ലെങ്കിൽ എയുടെയും ബിയുടെയും ഡിഫറൻസ് രണ്ട് സെറ്റ്സ് ആണെന്ന് മാത്രം. എക്സാമ്പിളിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് രണ്ട് സെറ്റ്സ് എടുക്കാണ്. എ ഈക്വൽ ടു 1 2 3 4 ആൻഡ് ബി ഈക്വൽ ടു 3 5 6. രണ്ട് സെറ്റ്സ് ഞാൻ ഡിഫൈൻ ചെയ്തു. എ എന്ന് പറയുന്നത് 1 2 3 4, ബി എന്ന് പറയുന്നത് 3 5 6. എനിക്കിവിടെ ആവശ്യം എ മൈനസ് ബി ആണ്. നമ്മൾ ഡിഫറൻസിനെയും പറയുന്നത് ഇങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ മൈനസ് സിമ്പിൾ തന്നെയാണ് ഇടുന്നത്, വായിക്കുന്നത് മൈനസ് തന്നെയാണ് വായിക്കുന്നത്. ഇത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ആണെങ്കിലും റീഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ സാധാരണ പോലെ തന്നെ എ മൈനസ് ബി ആണ് എനിക്ക് ആവശ്യം. എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താ? എയിലുള്ള എലമെന്റ്സ് ബിയിലത്തെ എലമെന്റ്സ് ഒന്നും തന്നെ വരുന്നുമില്ല. അപ്പൊ ഇവിടെ എന്താ? എ മൈനസ് ബി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എയിലുള്ള എല്ലാ എലമെന്റ്സ് എഴുതും, ബിയിലുള്ള എലമെന്റ്സ് ഒന്നും തന്നെ എഴുതുന്നില്ല. കൂടാതെ എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സും എഴുതില്ല. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും ശ്രദ്ധിക്കണം. എയിലുള്ള എല്ലാ എലമെന്റ്സും എഴുതും, ബിയിലുള്ള എലമെന്റ്സ് ഒന്നും എഴുതില്ല. പ്ലസ് എ ഇന്റർസെക്ഷൻ ബി കോമൺ ആയിട്ട് എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവയെയും അവോയ്ഡ് ചെയ്യും. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെട്ടിക്കളയാം എലമെന്റ്സ്. ജസ്റ്റ് ആദ്യത്തെ എക്സാമ്പിൾ ആയതുകൊണ്ട് അങ്ങനെ കാണിച്ചു തരാം. ഇവിടെ എ എന്ന് പറയുന്നതിൽ ആദ്യത്തെ എലമെന്റ് 1, ബിയിലില്ല. 2 എന്ന് പറയുന്നതും ബിയിലില്ല. 3 ആരിലുണ്ട്? കോമൺ ആയിട്ട് ബിയിൽ വരുന്നുണ്ട്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആണ്. സോ അതിനെ അവോയ്ഡ് ചെയ്ത് കളയുന്നു. പിന്നെ ഉള്ളത് 4 ഇവിടെ വരുന്നില്ല. പിന്നെ അതുകൂടാതെ ബിയിലുള്ള എല്ലാ എലമെന്റ്സിനെയും അവോയ്ഡ് ചെയ്യും. അപ്പൊ എ മൈനസ് ബി എന്താ വരുന്നത് ഇവിടെ? 1 2 4. ഇത്രയേ ഉള്ളൂ. എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സും ഇതിനെയാണ് എന്ത് പറയുന്നത്? എ മൈനസ് ബി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എയിൽ മാത്രമേ പാടുള്ളൂ, ബിയിൽ ഒന്നും എ മൈനസ് ബിയിൽ എഴുതില്ല. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ബി മൈനസ് എ എന്ത് വരും? ബി മൈനസ് എ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ബിയിലുള്ള എലമെന്റ്സ് മാത്രം, എയിലൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. എയിലുള്ളതല്ല ബിയിലത്തെ മാത്രം എടുത്ത് എഴുതുന്നത്. കോമൺ ആയിട്ടുള്ള ഇന്റർസെക്ഷനും അവോയ്ഡ് ചെയ്ത് കളയുന്നു. അപ്പൊ ഇവിടെ ഏതാ വരിക? 3 രണ്ടിലും ഉണ്ട്, അതുകൊണ്ട് 3 അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ബാക്കി 5ഉം 6ഉം എയിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് വന്നു? ബി മൈനസ് എ എന്ന് പറയുന്നത് 5ഉം 6ഉം. ഇങ്ങനെയാണ് എ മൈനസ് ബിയും ബി മൈനസ് എയും എഴുതുന്നത്. ഇതിന്റെ വെൻ ഡയഗ്രം എങ്ങനെയായിരിക്കും വരാൻ നോക്കാം. എ മൈനസ് ബിയുടെ വെൻ ഡയഗ്രം ആദ്യം വരയ്ക്കാം. യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. യൂണിവേഴ്സൽ സെറ്റ് റെക്ടാംഗിൾ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. യു എ ബി. ഇത് എ, ഇത് ബി. അപ്പൊ എ മൈനസ് ബി എങ്ങനെയായിരിക്കും വരാന്നാ പറഞ്ഞത്? എ മൈനസ് ബി എന്ന് പറയുമ്പോ എന്തേ പാടുള്ളൂ? എയില് മാത്രമുള്ള എലമെന്റ്സ്, ബിയിലുള്ളതും എഴുതില്ല, എ ഇന്റർസെക്ഷൻ ബിയിലുള്ളത് എഴുതില്ല. എയിൽ മാത്രമായിട്ടുള്ള എലമെന്റ്സിനെയാണ് എഴുതുന്നത്. അപ്പൊ
എ മൈനസ് ബി എന്ന് പറയുന്നത് എവിടെ ഉള്ളത് മാത്രമേ വരുള്ളൂ? ഈ ഒരു ഷെയ്ഡ് ചെയ്യുന്ന റീജിയനിലെ മാത്രമാണ് എന്ത് വരുന്നത്? എ മൈനസ് ബി എന്ന് പറയുന്നത്. ഇന്റർസെക്ഷനും ബിയും അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ഇത്രയാണ് ആര് വരുന്നത്? എ മൈനസ് ബി എന്നുള്ളത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എ എങ്ങനെ വരും? നമുക്ക് ബി മൈനസ് എ എങ്ങനെ വരയ്ക്കാം? വേറൊരു ഫിഗറിൽ വരയ്ക്കാം. ബി മൈനസ് എ എന്നുള്ളത് ഇതുപോലെ യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. യു രണ്ട് സെറ്റ്സ് എയും ബിയും എടുത്തു. ബി മൈനസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ബിയില് മാത്രമുള്ള എലമെന്റ്സ് ഇന്റർസെക്ഷനും അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ബിയില് മാത്രമുള്ളത് അപ്പൊ എന്ത് വരും? ഇതാണ് വരുന്നത് ബി മൈനസ് എ. ബിയില് മാത്രമുള്ള എലമെന്റ്സ് ബി മൈനസ് എ. ഇപ്പൊ ക്ലിയർ ആയില്ലേ? എ മൈനസ് ബിയും ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയില് മാത്രമുള്ള എലമെന്റ്സ് ഇന്റർസെക്ഷനും ബിയിലത്തെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ബി മൈനസ് എന്ന് പറയുമ്പോൾ ബിയിലെ മാത്രം എലമെന്റ്സ്, ആദ്യം വരുന്ന സെറ്റ് ബിയിലെ മാത്രം എലമെന്റ്സ് ബി എ ഇന്റർസെക്ഷനും എയും അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ഇനി ഇതിനെ നമുക്ക് സിംബോളിക്കലി എങ്ങനെ എഴുതാൻ നോക്കാം. എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറ്റ് ഓഫ് ഓൾ എക്സ്, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. ഇങ്ങനെയല്ലേ വരിക? എക്സ് എയിൽ മാത്രമേ ഉള്ളൂ, എവിടെ ഇല്ല? ബിയിൽ ഇല്ലാത്ത എയിലുള്ള എക്സുകളുടെ മാത്രം കളക്ഷനെയാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ എന്ത് വരും? ബി മൈനസ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. എക്സ് എയിലില്ല, ബിയിൽ മാത്രമുള്ള എക്സുകളുടെ കളക്ഷനെയാണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിലുള്ള മാത്രമുള്ള എക്സുകളുടെ കളക്ഷൻ. ഇന്റർസെക്ഷൻ അവോയ്ഡ് ചെയ്യും, ബിയിലെയും അവോയ്ഡ് ചെയ്ത് കളയും. അപ്പൊ ഇത്രയാണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പറേഷൻസിലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. എന്തായിരിക്കും കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്സുകളോട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റും എ എന്ന് പറയുന്ന ഒരു സെറ്റും സബ്സെറ്റും ആണ് കൺസിഡർ ചെയ്യുന്നത്. വേറെ ആർക്കാരും വരുന്നില്ല ഇവിടെ. യൂണിവേഴ്സൽ സെറ്റും എ എന്ന് പറയുന്ന ഒരു സെറ്റും ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ എന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10. എ എന്ന് പറയുന്നത് 1 ഓഡ് നമ്പേഴ്സിന്റെ കളക്ഷൻ എടുത്തു. 5 7 9. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ കളക്ഷൻ ആയിട്ട് യൂണിവേഴ്സൽ സെറ്റ് എടുത്തു. എ എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് 1 3 5 7 9. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനി ഐഡിയ. എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോ എ കോംപ്ലിമെന്റ് ഡിനോട്ട് ചെയ്യുന്നത് മൂന്നാല് തരത്തിൽ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എ ഡാഷ് എന്ന് എഴുതാം, എ ഇട്ടിട്ട് സി, മുകളിൽ സി എഴുതണേ എ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ചില കേസസിൽ എ ബാർ ഇങ്ങനെ എഴുതും എ കോംപ്ലിമെന്റ് എന്നുള്ളത്. ഈ 3 തരത്തിൽ എഴുതിയാൽ എ കോംപ്ലിമെന്റ് തന്നെ വായിക്കാം കേട്ടാ. എ ഡാഷ്, എ ഇട്ടിട്ട് സി, ഇങ്ങനെ എ ബാർ ഒക്കെ ഇട്ടാൽ തന്നെ എന്താ? എ കോംപ്ലിമെന്റ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ എ ഡാഷ്, അതാണ് ഇവിടെ എ കോംപ്ലിമെന്റിന്. അപ്പോ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റിലെ ബാക്കിയുള്ള എലമെന്റ്സ്, എയിലില്ലാത്ത ബാക്കിയുള്ള എല്ലാ എലമെന്റ്സുകളുടെ കളക്ഷനെയാണ് എന്ത് പറയുന്നത്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ? എയിലില്ലാത്ത ബാക്കിയുള്ള യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെന്റുകളുടെ കളക്ഷനെയാണ് എന്ത് പറയുന്നത്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ഓഡ് നമ്പേഴ്സ് എടുത്തു. ബാക്കി ഏതൊക്കെ വരുന്നത്? ഈവൺ നമ്പേഴ്സ് 2 4 6 8 10. ഇത്രയാണ് എന്ത് വരുന്നത്? എ കോംപ്ലിമെന്റ് വരുന്നത്. യൂണിവേഴ്സൽ സെറ്റ് എടുത്തു, എ എടുത്തു. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊരും? എ അല്ലാത്ത ബാക്കിയുള്ള യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെന്റ്സിനെയാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വെൻ ഡയഗ്രം എങ്ങനെയായിരിക്കും വരിക? വെൻ ഡയഗ്രം യൂണിവേഴ്സൽ സെറ്റ് വരച്ചു, യു, ഇത് എ. അപ്പൊ എ കോംപ്ലിമെന്റ് ഏതൊക്കെയായിരിക്കും വരിക?
എ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സൽ സെറ്റിനായിരിക്കും എന്ത് വരുന്നത്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇത്രയും പോർഷൻ ആയിരിക്കും എ കോംപ്ലിമെന്റ് വരുന്നത് അല്ലെ. എ വരിക, ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും എ എന്നുള്ള സെറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇതായിരിക്കും എ കോംപ്ലിമെന്റ്. ക്ലിയർ ആയില്ലേ? ഇതിനെ എങ്ങനെയാ സിംബോളിക്കലി നമുക്ക് എഴുതാൻ പറ്റുന്നത്? എ കോംപ്ലിമെന്റിനെ എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. എക്സ് യുവിൽ ഉണ്ടായിരിക്കും, പക്ഷെ ആരിലില്ല? എയിലില്ല. അങ്ങനെയുള്ള എലമെന്റുകളുടെ കളക്ഷനെയാണ് എന്ത് പറയുന്നത്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ കോംപ്ലിമെന്റിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ലോസുകൾ ഉണ്ട്. ലോസ് ഓൺ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഓരോന്നും ഓരോ എക്സാമ്പിൾ കാണിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇനി അടുത്തത് കോംപ്ലിമെന്റ് ലോസ്. ഈ സെറ്റ്സ് കോംപ്ലിമെന്റിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ലോസ് ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. ഈ യൂണിയനും യൂണിവേഴ്സൽ സെറ്റും അങ്ങോട്ട് മാറരുത് കേട്ടോ നിങ്ങൾക്ക്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. ഒരു എക്സാമ്പിളിൽ കൂടെ നോക്കാം ശരി തന്നെയാണോ എന്ന്. നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുത്തു. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ്. എ എന്ന് പറയുന്നത് എല്ലാ ഓഡ് നമ്പേഴ്സും 1, 3, 5, 7, 9. ബി എന്ന് പറയുന്നത് ഈവൺ നമ്പറുകളുടെ കളക്ഷൻ 2, 4, 6, 8, 10. ഈ എ യൂണിയൻ ബി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിലെയും എലമെന്റ്സിനെ ഒരുമിച്ച് എഴുതുന്ന അല്ലെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇവിടെ എ യൂണിയൻ ബി ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. ഇനി അടുത്ത ലോ എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 5. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 5. ശരി തന്നെയല്ലേ? ഈ എയും ഇവിടെ ബി അല്ല, എ കോംപ്ലിമെന്റ് എന്ന് റീനെയിം ചെയ്യാം. എയും എ കോംപ്ലിമെന്റും തമ്മിൽ ഏതെങ്കിലും കോമൺ എലമെന്റ്സ് വരുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. സോ ഇതിന്റെ ഇന്റർസെക്ഷൻ എന്ത് വരും? എപ്പോഴും 5 എന്ന് വരും. അപ്പൊ ആദ്യം പറയുന്നത് എന്താ? എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എയുടെയും എ കോംപ്ലിമെന്റ് യൂണിയൻ എടുത്തു കഴിഞ്ഞാല് യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. എയുടെയും എ കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ സെറ്റ് കിട്ടും. ഈ ലോവിനെ പറയുന്ന പേരാണ് കോംപ്ലിമെന്റ് ലോസ്. സോ ഫസ്റ്റ് വൺ complement laws. ഏതൊക്കെ വരുന്നത്? എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 5. ഇതാണ് കോംപ്ലിമെന്റ് ലോസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ അത് ഏതൊക്കെയാന്നുള്ളത് ഇവിടെ ഒരു എക്സാമ്പിളിൽ കൂടെ കാണിച്ചു തരാം ഞാൻ. 2 സെറ്റ്സ് എടുത്തു. എ ഈക്വൽ ടു 1, 3, 5, ബി ഈക്വൽ ടു 2, 4, 6. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6. ഇത്രയാണ് യൂണിവേഴ്സൽ സെറ്റ് എടുത്തു. അതിലെ 3 എലമെന്റ്സുകളാണ് എ, ബാക്കി 3 എലമെന്റ്സ് ബി. രണ്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എ യൂണിയൻ ബി എന്താ വരിക? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ അത് എന്ത് വരും? രണ്ടും കൂടി ഒരുമിച്ച് എഴുതുമ്പോ 1, 2, 3, 4, 5, 6. ഇനി ഇതിന്റെ കോംപ്ലിമെന്റ് എടുത്തു. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എടുത്തു. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്താ വരിക? രണ്ടിലും എ യൂണിയൻ ബിയിലെ കോംപ്ലിമെന്റ് എന്ത് വരും? ഇവിടെ യൂണിവേഴ്സൽ സെറ്റിൽ എല്ലാം വന്നു. അപ്പൊ ബാക്കി എന്ത് വന്നു? 5 വന്നു. ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് എ കോംപ്ലിമെന്റ് എടുക്കാണ്. അപ്പൊ ഇതൊരു കണ്ടീഷൻ. ഇത് ഫസ്റ്റ് വൺ. ശ്രദ്ധിച്ച എന്തൊക്കെയാ ചെയ്ത? ഇവിടെ എ എടുത്തു, ബി എടുത്തു, ഇത് യൂണിവേഴ്സൽ സെറ്റ് ഇങ്ങനെ എടുത്തു. എ യൂണിയൻ ബി എടുക്കുമ്പോ രണ്ടിനെയും കൂടി ഒരുമിച്ച് എഴുതി. ഇനി അതിന്റെ കോംപ്ലിമെന്റ് എടുത്തു. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഒന്നും വരാനില്ല. കാരണം എന്താ? എ യൂണിയൻ ബി എടുത്തപ്പോ തന്നെ നമുക്ക് എന്ത് കിട്ടി? യൂണിവേഴ്സൽ സെറ്റ് കിട്ടി. സോ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി അടുത്ത ഞാൻ എടുക്കാൻ പോകുന്നത് എ കോംപ്ലിമെന്റ് എടുത്തു. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിലെ ബാക്കിയുള്ള എലമെന്റ്സ്, എയിലില്ലാത്ത
ബാക്കിയുള്ള എലമെന്റ്സ് അത് ഏതൊക്കെയാ വരുന്നത്? 2, 4, 6. ബി കോംപ്ലിമെന്റ് എടുത്തു. ബി കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എന്ത് വരും? ബിയിലില്ലാത്ത ബാക്കിയുള്ള എയിലെ എലമെന്റ്സ് അത് ഏതൊക്കെയാ വരുന്നത്? ബാക്കിയുള്ള യുവിലെ എലമെന്റ്സ് അത് ഏതൊക്കെ വരും? 1, 3, 5. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ത് വരും? ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോ എന്ത് വരും? രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് വന്നു? 5 വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു 5 വന്നു. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു 5. ഇത് എപ്പോഴും 5 തന്നെ വരണമെന്നില്ല കേട്ടോ. ഇത് ഞാൻ എടുത്ത എക്സാമ്പിളിൽ 5 വന്നു എന്ന് മാത്രം. വേറെ എന്ത് നമ്പർ വേണേലും ചിലപ്പോൾ ഇങ്ങനെയൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും പൊതുവായിട്ട് വേറെ എലമെന്റ് ഒക്കെ വന്നു എന്ന് വരും. എക്സാമ്പിളിൽ കൂടെ ഇനിയുള്ള എക്സാമ്പിളുകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഇതിപ്പോ ബൈ ചാൻസ് ഇങ്ങനെ എടുത്തു വന്നപ്പോ രണ്ടും 5 വന്നു എന്ന് മാത്രം. അപ്പൊ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ രണ്ട് റിലേഷൻസ് നിങ്ങൾ നോക്കി നോക്കി എന്താ വരുന്നത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു 5 വന്നു. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ത് വന്നു? 5 വന്നു. അതായത് ഇതെന്താ? രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ എന്ത് വന്നു? LHSഉം ഈക്വലാ. അപ്പൊ ആദ്യത്തെ ലോ ഡി മോർഗൻ ലോ എന്ത് പറയാം നമുക്ക്? ഡി മോർഗൻസ് ലോയിലെ ആദ്യത്തെ എന്തായിരിക്കും? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് ആദ്യത്തെ ഡി മോർഗൻസ് ലോ പറയുന്നത്. എന്താ? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അടുത്ത ലോ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. എന്തായിരിക്കും? എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ശരി തന്നെയല്ലേ? എ ഇന്റർസെക്ഷൻ ബി ഇവിടെ എന്ത് വരും? എയും ബിയിലും ഇന്റർസെക്ഷൻ നമുക്ക് നോക്കി നോക്കാം. ഒന്ന് ഈ എക്സാമ്പിൾ തന്നെ എടുത്ത് കാണിക്കാം. എ ഇന്റർസെക്ഷൻ ബി എന്താ വരുന്നത്? ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നുമില്ല, 5. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോംപ്ലിമെന്റ് എന്ത് വരും? ഇന്റർസെക്ഷനിൽ ഒന്നുമില്ലെങ്കിൽ ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റിൽ എന്ത് വരും? എല്ലാ എലമെന്റ്സും ഉണ്ട്. അതായത് യൂണിവേഴ്സൽ സെറ്റ് തന്നെ കിട്ടും. 1, 2, 3, 4, 5, 6. അപ്പൊ ഇതിനെ 1 എന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് ഞാൻ എ കോംപ്ലിമെന്റ് എടുത്തു. എ കോംപ്ലിമെന്റ് എന്താ വരിക? എയിൽ ഇല്ലാത്ത ബാക്കിയുള്ള യുവിലെ എലമെന്റ്സ് ഏതൊക്കെയാ വരുന്നത്? 2, 4, 6. ബി കോംപ്ലിമെന്റ് എന്ത് വരും? ബിയിൽ ഇല്ലാത്ത ബാക്കിയുള്ള യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാ വരുന്നത്? 1, 3, 5. ഇനി ഈ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഒന്ന് എടുത്തു നോക്കിയേ. രണ്ടും കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1, 2, 3, 4, 5, 6. ഈ രണ്ട് റിലേഷൻ സെയിം ആയില്ലേ? രണ്ടിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആയിട്ട് കിട്ടി. അപ്പൊ ഇവിടെ എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഇതാണ് രണ്ട് ഡി മോർഗൻസ് ലോ പറയുന്നത്. എന്തൊക്കെയാണ്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. സെക്കൻഡ് വൺ പറയുന്നത് എന്താ? എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇനി വേറൊരു ലോ പറയുന്നുണ്ട്. അതുപോലെ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. യൂണിവേഴ്സൽ സെറ്റ് ചെറിയൊരു സെറ്റ് എടുക്കുള്ളൂ. 1, 3, 4, 5. എ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സബ്സെറ്റ് 1, 4 എടുത്തു. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ത് വരും? എയിലില്ല എ അല്ലാത്ത ബാക്കിയുള്ള യൂണിവേഴ്സൽ സെറ്റിൽ എലമെന്റ്. ഇപ്പൊ എയിൽ ഏതൊക്കെ എടുത്തു? 1ഉം 4ഉം എടുത്തു. ബാക്കി ഏതൊക്കെയാണുള്ളത്? എ കോംപ്ലിമെന്റില് 3ഉം 5ഉം. ഇനി ഈ എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് ഞാൻ ഒന്നും കൂടി എടുത്തു നോക്കാം. എന്താ ചെയ്യണേ? അവിടെ എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് ഒന്നും കൂടി എടുത്തു നോക്കണു. അപ്പൊ എന്ത് വരും? ചെയ്തതൊന്നുകൂടി പറയാണ്. യൂണിവേഴ്സൽ സെറ്റ് എടുത്തു 1, 3, 4, 5. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തു 1, 4. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്താ വരിക? എയിലല്ലാത്ത ബാക്കിയുള്ള യുവിലെ എലമെന്റ്സ്. അപ്പൊ 1ഉം 4ഉം എയിൽ പോകുന്നു. ബാക്കി യുവിൽ ആരൊക്കെ ഉണ്ട്? 3ഉം 5ഉം. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെറ്റ് 3, 5. അങ്ങനെയാണെങ്കിൽ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് ഒന്നും കൂടി എടുക്കുമ്പോ എന്ത് വരും? എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോ എന്താ വരിക? എ കോംപ്ലിമെന്റ് അല്ലാത്ത ബാക്കിയുള്ള യുവിലെ എലമെന്റ്. ഡെഫിനിഷൻ അവിടെ മാറ്റൊന്നും വരുന്നില്ല. അപ്പൊ എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോ എ കോംപ്ലിമെന്റ് അല്ലാത്ത ബാക്കിയുള്ള
യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാ വരിക? 3ഉം 5ഉം മാറ്റി നിർത്തി ആരൊക്കെ ഇവിടെ ബാക്കിയുള്ളത്? 1ഉം 4ഉം. ഈ സെറ്റ് ആരാ? എ. അപ്പൊ നമുക്ക് എന്ത് പറയാം ഇതിന്ന്? അതാണ് നമ്മുടെ തേർഡ് ലോ, ലോ ഓഫ് കോംപ്ലിമെന്റേഷൻ. ലോ ഓഫ് കോംപ്ലിമെന്റേഷൻ എന്താ പറയുന്നത്? എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ. എയുടെ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാ? എ തന്നെയാണ് വരുന്നത്. ഇനി ലാസ്റ്റ് ഒരു ലോയും കൂടി പറയുന്നുണ്ട്, യൂണിവേഴ്സൽ ലോസ് എന്ന് പറയുന്നത്. ഇവിടെ എഴുതാണ്, അത് എക്സാമ്പിൾ തന്നെ ജനറലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫോർത്ത് വൺ യൂണിവേഴ്സൽ ലോസ് എന്ന് പറയും. അതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 5 സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. നമുക്ക് ആലോചിച്ചറിയാലോ, ഒന്നുമില്ലാത്തതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താ? എല്ലാം ഉള്ളത്, അതായത് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒന്നുമില്ല. അതാണ് 5 എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത്? ഡിഫറൻസും പറഞ്ഞു, കോംപ്ലിമെന്റും പറഞ്ഞു. രണ്ടും ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇനി ആവശ്യമുള്ളതാണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? എ മൈനസ് ബി എന്ന് പറയുന്നത് എയിൽ മാത്രമുള്ള എലമെന്റ്സ്. ബിയിലത്തെ എ ഇന്റർസെക്ഷൻ ബിയും നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിയും. എയിലുള്ള മാത്രമുള്ള എലമെന്റ്സ്. ഇതന്നെ സിമിലർലി ബി മൈനസ് എന്ന് പറഞ്ഞാലും ബിയിൽ മാത്രമുള്ള എലമെന്റ്സ് എയിലെയും എ ഇന്റർസെക്ഷൻ ബിയിലെയും അവോയ്ഡ് ചെയ്ത് കളയും. പിന്നെ അടുത്തതാണ് ഏത് വന്നത്? കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. എയിൽ ഇല്ലാത്ത ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സുകളുടെ കളക്ഷനെയാണ് എന്ത് പറയുന്നത്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ 4 ലോസ് ആണ് ഇതൊക്കെ. കോംപ്ലിമെന്റ് ലോസ് എന്ന് പറയുന്നത് എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. എയുടെയും എ കോംപ്ലിമെന്റിന്റെ യൂണിയൻ എടുത്താൽ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാല് 5 കിട്ടും. പിന്നെ രണ്ടാമതുള്ളതായിരുന്നു ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത് എന്താണ്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതിൽ തന്നെ ഒരെണ്ണം കൂടിയുണ്ട്, എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് കോംപ്ലിമെന്റേഷൻ. അതായത് എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താ? എ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 5 കോംപ്ലിമെന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റ്, തിരിച്ചു യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നൾ സെറ്റും. അപ്പൊ ഇത്രയാണ് ഓപ്പറേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന്റെ കുറച്ച് പ്രോബ്ലംസും വെൻ ഡയഗ്രാംസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കമന്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.